ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി MG's ഫിസിക്സ് സെറ്റിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്രാഫ് ടെക്നിക്കിൽ ഫസ്റ്റ് ഗ്രാഫായിരുന്നു, അതായത് പൊസിഷൻ ടൈം ഗ്രാഫായിരുന്നു, ശരിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഗ്രാഫിലേക്ക് പോവാണ്. രണ്ടാമത്തെ ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചാൽ വെലോസിറ്റി ടൈം ഗ്രാഫ്. സോ ലെറ്റ് മീ റൈറ്റ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് നമ്മൾ ഷോർട്ടാക്കിയിട്ട് VT ഗ്രാഫ് എന്ന് പറയും. V for velocity and T for time. അപ്പോൾ ആസ് ഐ ടോൾഡ് യു ബിഫോർ, എന്തായിരുന്നു? എ ഗ്രാഫ് പ്ലോട്ടഡ് ബൈ ടേക്കിംഗ് വെലോസിറ്റി അലോങ് y ആക്സിസ്, അല്ലെങ്കിൽ നമ്മൾ പറയും ടൈം അലോങ് x ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് y ആക്സിസ്. സച്ച് എ ഗ്രാഫ് ഈസ് കോൾഡ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ട് ദ ഫസ്റ്റ് പ്രോബബിലിറ്റി ഈസ് എ ഗ്രാഫ് വിച്ച് ഈസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്തിനായിരിക്കും സൂചിപ്പിക്കുക? ആസ് ഐ ടോൾഡ് യു ബിഫോർ, ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ വെലോസിറ്റിയിൽ മാറ്റമില്ല, y ആക്സിസിൽ മാറ്റമില്ല, ഫിക്സ്ഡ് ആണ്. y ആക്സിൽ ഈ പോയിന്റിലും എല്ലാം ഉള്ള വെലോസിറ്റി ഈസ് ദ സെയിം. ദെർഫോർ നമ്മൾ പറയും ദിസ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് യൂണിഫോം മോഷൻ. ദിസ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് uniform motion. Okay, I hope it is clear. Now I will draw another velocity time graph. So time along x-axis, velocity along y-axis, and the graph is again a straight line, പക്ഷേ എന്താണ്, having a slope this time. ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സ്ലോപ്പ് ആണെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ 5 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റ് പോയത് 5 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് 5 സെക്കൻഡ് 10 സെക്കൻഡ് ആയപ്പോഴത്തേനും 10 മീറ്റർ പെർ സെക്കൻഡ്. 15 സെക്കൻഡ് ആയപ്പോഴത്തേനും 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നോക്കി, വെലോസിറ്റി 5, 10, 15 ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരു പ്രോഗ്രഷനിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. അങ്ങനെ നമ്മൾ പറയും യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനാണ് പറയുക ആക്സിലറേഷൻ. സോ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും. മറ്റേത് ഒരേ സ്പീഡിൽ പോകുന്നതുകൊണ്ട് യൂണിഫോം മോഷൻ എന്ന് പറയും. ഇവിടെ സ്പീഡ് കൂടുന്നത് ഒരേ ക്രമത്തിലായതുകൊണ്ട് പറയും യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയും. യൂണിഫോം ആക്സലറേഷൻ. Now if I draw another diagram or velocity time graph in which time taken along x-axis, velocity taken along y-axis, but the graph is having again a constant slope or a straight line but a negative slope. ഇങ്ങനെയുള്ളതിന് പറയും നെഗറ്റീവ് സ്ലോപ്പ്. ഇതിനെ പറയും ദിസ് ഈസ് ഹാവിങ് എ പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറയും. കാരണം തീറ്റ അക്യൂട്ടാണ്. ഇവിടെ എക്സ് ആക്സിസ് ആയിട്ടുള്ള ആംഗിൾ ഒപ്റ്റ്യൂസ് വരും. ഒപ്റ്റ്യൂസ് ആംഗിൾ വരുമ്പോൾ എപ്പോഴും നെഗറ്റീവ് സ്ലോപ്പ് എന്നാണ് പറയുക. സോ വെനെവർ യു കം അക്രോസ് നെഗറ്റീവ് സ്ലോപ്പ്, ദിസ് ആക്ച്വലി റെപ്രസെൻറ്റ്സ് വാട്ട്? അഗെയിൻ യൂണിഫോം ചേഞ്ച് ഇൻ വെലോസിറ്റി, ബട്ട് ഇറ്റ് ഈസ് നെഗറ്റീവ്. ദെർഫോർ വി കോൾ ഇറ്റ് ആസ് യൂണിഫോം retardation. Uniform retardation. Now friends, let's take one more possibility. The last possibility is, say, time along x-axis and velocity along y-axis, and the graph is going to be a parabola like this. So this is its velocity increases but not at a regular rate. ഒരേപോലെയല്ല, ഇവിടുത്തെ പോലെ കൃത്യമായിട്ടുള്ള ഒരു ക്രമത്തിലല്ല ഇൻക്രീസ് ചെയ്ത് പോകുന്നത്, ബട്ട് അറ്റ് എൻ ഇറഗുലർ ഫാഷൻ. അതുകൊണ്ട് നമ്മൾ ഇതിന് പറയും നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്നാണ് പറയുക. വാട്ട് ഈസ് ദാറ്റ്? നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഇറ്റ് ഈസ് ഹാവിങ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. സോ ഫ്രണ്ട്സ്, ദീസ് ആർ ദ പോസിബിലിറ്റീസ് ഓഫ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ നമ്മൾ കണ്ടാൽ അറിയണം പാരലൽ ടു എക്സ് ആക്സിസ്. ഓർക്കണം, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് y ആക്സിൽ എന്താ എടുത്തിട്ടുള്ളതെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. y ആക്സിൽ വെലോസിറ്റി ആണെങ്കിൽ ഓർത്തോളാം യൂണിഫോം വെലോസിറ്റി. y ആക്സിൽ വെലോസിറ്റിയാണ്, പക്ഷേ ഇങ്ങനെ മാറുകയാണെങ്കിൽ യൂണിഫോം ആയിട്ട് കൂടുന്നു. അതിനും നമ്മൾ പറയും യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ വെലോസിറ്റി യൂണിഫോം ആയിട്ട് കുറയുന്നു. അപ്പോൾ അതിനെന്ത് പറയും? യൂണിഫോം ഡിസലറേഷൻ ഓർ യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറയും. ഇത് നോൺ യൂണിഫോം ആയിട്ടാണ് കൂടുന്നത്. ഇനി നേരെ ഇൻവേർട്ടഡ് ആയിട്ട് വന്നാൽ എന്ത് പറയും? നോൺ യൂണിഫോം റിട്ടാർഡേഷൻ എന്നും പറയും. ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചോ, time velocity, but the graph is going to be how? An inverted parabola. ഇങ്ങനെയാണ് പറയും നോൺ യൂണിഫോം തന്നെ, നോൺ യൂണിഫോം but retardation. നോൺ യൂണിഫോം retardation. Okay, so these are the different types of graph. Now let's see what is the advantage of learning such graphs.
ഇങ്ങനെ ഈ ഗ്രാഫ് പഠിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ആർ മെനി. ലെറ്റ്സ് സീ. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദിസ് പെർട്ടിക്കുലർ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ ടൂളാണ് ഏറ്റവും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടൂൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് 2 ഇൻഫർമേഷൻ ഔട്ട് ഓഫ് 2 ഇൻഫർമേഷൻ കിട്ടും. അതെന്താണെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് എ വി ടി ഗ്രാഫ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഹാവിങ് എ യൂണിഫോം ആക്സിലറേഷൻ എടുക്കാം. അതായത് കോൺസ്റ്റൻറ്റ് സ്ലോപ്പ് സ്ട്രെയിറ്റ് ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി കൺസ്ട്രക്റ്റ് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ലോപ്പാണ്. അപ്പം എസ് ഐ ടോൾഡ് യു ഇൻ ദ പ്രീവിയസ് ക്ലാസ് 2.5 പറയുന്നുണ്ട് എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്. സ്ലോപ്പ് ഈസ് ഡിഫൈൻഡ് അക്കോർഡിംഗ് ടു ദ റിലേഷൻ ടാൻ തീറ്റ. മോർ ഓവർ സ്ലോപ്പ് ടാൻ തീറ്റ കാണുമ്പോൾ നമുക്ക് കാണാം y ആക്സിസ് ഡിവൈഡഡ് ബൈ x ആക്സിസ്. ഈ 2 കാര്യങ്ങൾ ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ആ y ആക്സിസ് ബൈ x ആക്സിസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഐ എം ഗോയിങ് ടു ടേക്ക് ഓർ ഇമാജിൻ എ റൈറ്റ് ട്രയാങ്കിൾ ഹിയർ. കൻ യു സീ ഇറ്റ്? ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ ഇമാജിൻ ചെയ്യാൻ പോണ്. Let me call that right triangle as say ABC, and this angle I am calling as theta. So from this right triangle ABC I am going to find what is y by x or tan theta. So tan theta, when I write tan theta is equal to, നമുക്കറിയാം ഒരു ആംഗിൾ വന്നിട്ട് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ tan theta is equal to BC divided by AB. BC divided by AB, equation number 1. Okay, now let's see what is BC. BC corresponds to, suppose this is a different velocity. ഇവിടെയുള്ള വെലോസിറ്റി V2 ആണ്, ഇവിടെയുള്ള വെലോസിറ്റി V1 ആണെന്ന് വിചാരിക്കാം. ഇത് V2 ഇത് V1. അപ്പോൾ ഇത് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഡെൽറ്റ V എന്ന് എഴുതുന്നു, ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓർ നമുക്കിവിടെ എഴുതാം BC ഈസ് ഈക്വൽ ടു V2 മൈനസ് V1 അല്ലേ. ഇവിടെ V2ഉം ഇവിടെ V1 ആണെങ്കിൽ ഈ ദൂരം എന്ന് പറയുന്നത് V2 മൈനസ് V1 ആയിരിക്കില്ലേ. അതേപോലെ തന്നെ നോക്കിക്കേ, AB ക്യാൻ ബി റിട്ടൺ ആസ്, ഇവിടെയുള്ള ടൈം T2ഉം ഇവിടെയുള്ള ടൈം T1 ആണെങ്കിൽ ഇത് ഡിഫറൻസ് ഇൻ ടൈം ആയിരിക്കും, ദാറ്റ് ഈസ് ഡെൽറ്റ T ആയിരിക്കും. ഓർ AB എന്നുള്ള എന്തെഴുതാം, T2 മൈനസ് T1 എഴുതാം. ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ 2 സംഗതി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is tan theta that is equal to BC എന്നുള്ളതിന് പകരം ഞാൻ V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ AB എന്നുള്ളതിന് പകരം T2 മൈനസ് T1. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കാണാൻ പറ്റും ദാറ്റ് ഈസ് tan theta is equal to V2 minus V1 is delta V divided by T2 minus T1 is delta T. അപ്പോൾ നോക്കിയേ, change in velocity by change in time, or it can be called as simply velocity by time, or rate of change of velocity. Rate of change of velocity is called acceleration. Moreover, tan theta is called slope. So നമുക്കൊരു important conclusion ഇവിടെ കിട്ടുകയാണ്, slope gives acceleration. So this is the important conclusion that we get from the graph. From the graph, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അതിൻ്റെ സ്ലോപ്പാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ യു ഗെറ്റ് ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി തരുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ അടുത്ത പോയിന്റ് പഠിക്കുകയാണ്, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ എന്നുള്ള കോൺസെപ്റ്റ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എത്രയേ ചെയ്തിട്ടുള്ളൂ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു, എന്നിട്ട് അതിൻ്റെ ടാൻ തീറ്റ കണ്ടു. ടാൻ തീറ്റ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് ചേഞ്ച് ഇൻ വെലോസിറ്റി. y ആക്സിസ് ബൈ x ആക്സിസ് ആണല്ലോ. അപ്പോൾ y ആക്സിൽ വന്നത് V2 മൈനസ് V1 വിച്ച് ഈസ് ഡെൽറ്റ V, x ആക്സിൽ വന്നത് T2 മൈനസ് T1 വിച്ച് ഈസ് ഡെൽറ്റ T. അപ്പോൾ നമ്മൾ എഴുതി ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആക്സിലറേഷൻ എന്ന് വിളിക്കുക. പിന്നെ ടാൻ തീറ്റയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ദെർഫോർ കൺക്ലൂഷൻ എന്താണ്, സ്ലോപ്പ് ഗീവ്സ് ആക്സിലറേഷൻ എന്നുള്ളതാണ്. സ്ലോപ്പ് ഗീവ്സ് ആക്സിലറേഷൻ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്
ഇതേ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് മറ്റൊരു ഇൻഫർമേഷനും കൂടി കിട്ടും. എന്താണ് ആ ഇൻഫർമേഷൻ? ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതെന്താണ് തരുന്നത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്, സി I take a velocity time graph and the graph is like this. So what does it represent? Uniform motion, correct? Uniform motion. Now I'm going to find what is the area under this graph. ഈ ഗ്രാഫിൻ്റെ താഴെയുള്ള ഇത്രയും ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ എനിക്കറിയാം, ഈ ഷേപ്പ് കണ്ടാൽ അറിയാം, ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ഞാൻ പേര് കൊടുക്കുകയാണ് ഒറിജിൻ, പിന്നെ ഇത് എ എന്ന് കൊടുക്കുകയാണ്, ഇത് ബി എന്ന് കൊടുക്കുകയാണ്, ഈ പോയിന്റ് ഞാൻ സി എന്ന് കൊടുക്കുകയാണ്. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഏരിയ അണ്ടർ ഗ്രാഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ റെഡ് ലൈൻ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ഒരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ പേരെന്താണ്? OABC. നമുക്കറിയാം ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. LB ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നമുക്കിങ്ങനെ എഴുതാം, ലെങ്ത് എന്ന് പറയുന്നത് OAയും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് OC ആയിട്ട് എഴുതാം. സോ ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു OA ഇൻറ്റു OB. അതായത് ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത് ചെയ്താൽ ഇതിൻ്റെ ഏരിയ കിട്ടും. ഇനി OA എന്ന് പറയുന്ന ലെങ്ത് നോക്കിക്കേ, അത് വെലോസിറ്റി V അല്ലേ, യൂണിഫോം ആയിട്ടുള്ള വെലോസിറ്റി V ആണ്. അപ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു OA എന്ന് പറയുന്നത് വെലോസിറ്റി V ആണ്, ഇൻറ്റു OB എന്ന് പറയുന്നത് നോക്കിക്കേ, OB അല്ലെങ്കിൽ OC എന്ന് പറയുന്നത് നോക്കുക, B ഈക്വൽ ടു C ആണ്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ അപ്പോൾ OB എന്ന് എഴുതിയാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ മാറ്റാം, ഇത് OC എന്നാക്കാം, OA ഇൻറ്റു OC. സോ OC ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ടൈമാണ് വരിക, ടൈം. സോ ഏരിയ ഈസ് ഈക്വൽ ടു VT എന്ന് വരും. ഏരിയ ഈസ് ഈക്വൽ ടു VT. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇക്വേഷൻ നമ്പർ 2. ബട്ട് അടുത്ത എഴുതാൻ ശ്രദ്ധിക്കുക, ബട്ട് വി നോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഞാൻ ഒന്നും കൂടി മാറ്റി എഴുതാം. ഇത് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷനാണ്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം. ഇപ്പോൾ ഇവിടെ നോക്കാം, അതേ വെലോസിറ്റി ഇൻറ്റു ടൈമാണ് നമുക്കിവിടെ ഈ ഇക്വേഷനിൽ, രണ്ടാമത്തെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് കിട്ടിയത്. ഇവിടെയും നമുക്ക് അതേ വെലോസിറ്റി ഇൻറ്റു ടൈമാണ് കിട്ടിയത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് VT ആണ്, VT എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. Therefore ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതാണ് കൺക്ലൂഷൻ. എന്താണ്? ഓക്കെ, സോ വെൻ യു ഫൈൻഡ് ഏരിയ അണ്ടർ എ വെലോസിറ്റി ടൈം ഗ്രാഫ്, what do you get? You get when you find area you get D for displacement. എപ്പോഴും ഓർക്കുക, when you find area under the velocity time graph, displacement you get. So friends, രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ തരുമെന്നും, രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് എക്സാമിന് ചോദിച്ചുകൂടാ എന്നില്ല. പ്രൂവ് ദാറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുക, അതിന് വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക ഇതേ കാര്യം തന്നെയാണ്, ഏരിയ തന്നെയാണ് കിട്ടുക. സോ ഏരിയ ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ആ കാര്യത്തിലേക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പറയാനുള്ള ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു വെരി മച്ച്.